ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വീടിനടുത്ത് നടന്ന ചെറിയൊരു പരിപാടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ നടത്തിയ ചെറിയൊരു പരിപാടി, കുറച്ച് വീട്ടുകാർ ചേർന്ന് ഒത്തുചേർന്ന് നടത്തിയ ഒരു പരിപാടിയുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെപ്പോലെ സാധാരണക്കാരിയ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയും കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങളിതിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ അതെ ഓരോരുത്തരായിട്ട് സംസാരിച്ചു. ഇതിപ്പോൾ നമ്മളുടെ പുതിയ കൗൺസിലറാണ്. പഴയ കൗൺസിലർ പുതിയ കൗൺസിലറെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് 2025 അവസാനിച്ച് 2026 നമ്മൾ കാലുവെക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്ന് നമ്മളെല്ലാ മുക്കിലും മൂലയിലും വാർഡിൻ്റെ പല സ്ഥലങ്ങളിലും ഇന്ന് ഇതേപോലെയുള്ള കൂട്ടായ്മകൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അടുത്ത വർഷം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒറ്റൊരു കേന്ദ്രത്തിലാക്കിക്കൊണ്ട് ഒരു നല്ലൊരു പരിപാടി നമുക്ക് എല്ലാവരും കൂടി സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ആലോചിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ വിഘടിച്ച് നിന്നുകൊണ്ടുള്ള ആഘോഷത്തെക്കാളും നല്ലത് ഒരു കേന്ദ്രത്തിലാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നമ്മൾ മാത്രമല്ല മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വാർഡിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. കൂടുതലായിട്ട് ഇതിലൊന്നും പറയുന്നില്ല, ഞാനിപ്പം വെറുതെ ഇതുവഴി വന്നപ്പോൾ ഇവർ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ചെറിയ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയൊക്കെ ഗെയിമുകൾ ഉണ്ടായിരുന്നേ. കാരണം നമ്മൾ 12 മണി വരെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോരോ ഗെയിമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലും കൂടുതൽ അടുത്ത വർഷം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഗെയിമുകളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെറിയ കുട്ടികളുടെ മ്യൂസിക്കൽ ചെയർ നടത്തി, പിന്നെ വലിയ സ്ത്രീകളുടെ മ്യൂസിക്കൽ ചെയർ നടത്തി, പിന്നെ പുരുഷ കേസരികളൊന്നും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രംഗത്തേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും കുറച്ച് സമയമാണെങ്കിലും എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിച്ചു ചിരിച്ചു എന്നുള്ളതിൽ 100% ഉറപ്പാണ് കേട്ടോ. അതിനവസരം ഉണ്ടാക്കിയ എല്ലാ സംഘാടകർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് അവരവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. അത് ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗംഗാപ്പൻ പാട്ടുപാടി, ഇവിടെ അടുത്തുള്ള 2-3 ചെറിയ മക്കൾ പാട്ടുപാടി, അങ്ങനെ ഓരോരുത്തരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സൈഡിൽ നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ മ്യൂസിക് ഒഴിവാക്കുന്നത് കേട്ടോ. അതിനുശേഷം ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് ഈ ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഞാനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ കാണേണ്ടതായിരുന്നു. ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത്. കാരണം സ്ലോ ആകുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഗെയിമിനും അതിൻ്റേതായിട്ടുള്ളൊരു രസം ഉണ്ടായിരുന്നു, അതിൻ്റേതായിട്ടുള്ളൊരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞ് ചിരിച്ചു എന്നറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ.
കേക്ക് പൊട്ടുതൊടൽ നടന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം എന്ന് പറഞ്ഞത് വെച്ചാൽ ഇതാണ് കേട്ടോ. കാരണം ഇതൊന്നും അത്ര ഫെമിലിയർ ഗെയിം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിടയിലാണ് കേട്ടോ. ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ രസമുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഈസിയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. 2 വിരൽ കൊണ്ട് ഈ ഒരു ഇഷ്ടിക പിടിച്ച് നിർത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. അതിൽ നമ്മളുടെ ചന്ദ്രയിച്ച് വിന്നറായ കേട്ടോ. ചിന്നു പിന്നെ കുറേ നേരം ശ്രമിച്ചു നോക്കി, എന്തായാലും പരാജയം സമ്മതിച്ചേ പറ്റുള്ളൂല്ലോ. അവസാനം അവൾ സമ്മതിച്ച് പോയി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഗെയിമുകളൊക്കെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം ഇതിലും കൂടുതൽ വ്യത്യസ്തമായ ഗെയിമുകൾ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 11:50 ആകുമ്പോഴത്തേക്ക് ബബീച്ചും ശ്രീച്ചും കൂടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആണുങ്ങളൊക്കെ അത് റെഡിയാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ കേക്ക്. ഇവിടെ തന്നെയുള്ളൊരു കുടുംബശ്രീ അംഗം ഉണ്ടാക്കി തന്നതാണ്. നല്ല കേക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളുടെ പൊട്ടാണ് കേട്ടോ അടുത്തത്.
അങ്ങനെ പൊട്ടിന് ശേഷം നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ വൻചേച്ചീനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് അങ്ങനെ വൻചേച്ചി കേക്കൊക്കെ മുറിച്ച് നമ്മളെല്ലാവരും പീസ് ചെയ്ത് എടുത്ത് അങ്ങനെ നമ്മളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം അവിടെ കഴിഞ്ഞു കേട്ടോ. അടുത്ത വർഷവും ഇതിലും മികച്ചതായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അടിപൊളിയാക്കി തരട്ടെ എന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ കുഞ്ഞു നാട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ശരി, ബൈ. പിറകെ കുറച്ച് ഡാൻസ് വരുന്നുണ്ട്, അതുകൂടെ കണ്ടിട്ട് പോയിക്കോട്ടോ. செடியில் மழையின் துளியை போலவே எங்கள் வெளியில் ஆனந்தத்தின் நீரம் I'm